109 റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശി അജയ് ആർ രാജിന്റെ നേട്ടത്തിന് ഇരട്ടി മധുരമാണ്. കോഴിക്കോട് കുറ്റ്യാടി തൊട്ടിൽപ്പാലം സ്വദേശി അജയ് കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. എന്തൊരു കാര്യവും നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം അത്യാവശ്യമാണ്. അപ്പോൾ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം, ഈ ആഗ്രഹം വന്നതിന് ശേഷം ഏത് അക്കാദമിയിലേക്കാണ് പോയത്? അവിടുത്തെ ഒരു പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? മാം, ഞാൻ ലീഡ് IAS തിരുവനന്തപുരത്താണ് എൻ്റെ കോച്ചിങ് ചെയ്തിട്ടുള്ളത്, പ്രിലിംസ് തൊട്ട് ഇൻ്റർവ്യൂ വരെ. അപ്പം ഇവിടെ വന്നു. എല്ലാ വർഷവും ലീഡ് ഇങ്ങനെ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, UPSCയുടെ പാറ്റേൺ അനുസരിച്ച് കുട്ടികളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു റുട്ടീൻ ഉണ്ട്, അതിൽ സ്പെസിഫിക് ടാർഗറ്റ്സ് ഉണ്ട്. അതേപോലെ മെറ്റീരിയൽസ് വാല്യൂ അഡീഷൻ ചെയ്യാനും വീക്ക്ലി ടെസ്റ്റുകളും അങ്ങനെയായിട്ടുള്ളൊരു സ്ട്രിക്റ്റ് ഒരു ഈക്കോ സിസ്റ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത്. താങ്ക്ഫുള്ളി കഴിഞ്ഞ തവണ അത് വർക്കായി. ഈ വർഷം വീണ്ടും റാങ്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത് വീണ്ടും വർക്കൗട്ട്. ലീഡ് IAS അക്കാദമി ഇപ്പോൾ കേരളത്തിൽ പേര് കേട്ട് നിൽക്കുകയാണ്. പലർക്കും പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകുന്നു. അവരൊക്കെ തന്നെ ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ. എനിക്ക് തോന്നുന്നു മാം, ലീഡ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഡ്രിവൺ ആണ്. അതായത് UPSCയുടെ പാറ്റേൺസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പം പൊതുവേ ഒരു മിത്ത് ഉണ്ട്, അണ്ടർ ദ സൺ നമ്മളെല്ലാം അറിയണം എന്നുള്ളത്. അതിൻ്റെ അകത്ത് മാറിയിട്ട് UPSCയുടെ പാറ്റേൺ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് 2013 നമ്മുടെ സിലബസ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ വർഷം തൊട്ട് ഇങ്ങോട്ട് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി എന്താണ് UPSC ടാർഗറ്റ് ചെയ്യുന്നത്, എന്താണ് ആൻസർ റൈറ്റിങ്ങിൽ വരുമ്പോൾ അവർ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായി ലീഡ് IASന്റെ റിസർച്ച് വിങ് ചെയ്യാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലീഡ് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസിൻ്റെ അഫർമേഷൻ ആയിരുന്നു. കാരണം 2023 തന്നെ എൻ്റെ 2 സുഹൃത്തുക്കൾ 54ാമത്തെ റാങ്ക് നേടിയ ആ വർഷം ബെഞ്ചോ, അതേപോലെ നെവിൻ, ഈ 2 സുഹൃത്തുക്കളും എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കയറുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ ഈ വർഷമാണെങ്കിലും KS 3rd റാങ്ക് ഹോൾഡർ ആൽബർട്ട് എബ്രഹാം, ഞങ്ങളൊക്കെ ഒരു കോളേജിൽ നിന്ന് വന്നു, ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ മെക്കാനിസം കൃത്യമായി ഇന്റേണലൈസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത ആൾക്കാരായിരുന്നു. അപ്പോൾ ഓരോ തവണ ഓരോരുത്തരായി കയറുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വാലിഡേഷൻ ആയിരുന്നു. ഈ ഒരു മെക്കാനിസം ലീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും അവർ എംഫസൈസ് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ആണ്. എല്ലാം UPSCക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഇവിടുന്ന് തന്നിട്ട് നമ്മൾ അത് മാത്രം ഇന്റേണലൈസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സോ അത് ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വർക്കൗട്ട് ആയി എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റിൽ എൻ്റെ എക്സാമ്പിൾ കൂടെയും കൺവേ ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു വലിയ മോഹമാണല്ലേ. നമ്മൾ വിചാരിക്കും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അജയ് പറഞ്ഞത് കേട്ടില്ലേ, സൂര്യന് താഴെയുള്ള എല്ലാം ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് കൃത്യമായ ദിശാബോധം നൽകുന്ന പരിശീലനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അജയ്. നമ്മുടെ പരിമിതികളൊന്നും നമുക്ക് ഒന്നിനും തടസ്സമാകില്ല. നമുക്ക് ആ ഒരു ഉൾക്കരുത്തുണ്ടാകണം, മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ദൃഢ നിശ്ചയവും ഉണ്ടാകണം. Lead IAS, #1 IAS Academy in Kerala.